ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നുഹ്ലികിൽ അവ്വലീന സുമ്മ നുത്ബിഉഹുമുൽ ആഖിരീൻ കദാലിക നഫ്അലു ബിൽ മുജ്രിമീൻ വൈലു യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ. നമുക്ക് അത്രയും ആയത്തുകൾ നോക്കാം. ഈ സൂറത്ത് അൽ മുർസലാത്ത് അത് പ്രധാനമായിട്ടും അള്ളാഹു അതിൽ പറയുന്ന വിഷയം മരണശേഷമുള്ള ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ആയത്തുകളിൽ, അതായത് 1 മുതൽ ഏതാണ്ട് 7 വരെ ആയത്തുകളിൽ മരണശേഷമുള്ള ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്താനായിട്ട് അള്ളാഹു മുന്നോട്ട് വച്ച തെളിവുകൾ എന്താണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്ന് പറയാമോ ആരെങ്കിലും? 1 മുതൽ 7 വരെ ആയത്തുകളിൽ. തുടർച്ചയായി അയക്കപ്പെടുന്ന കാറ്റുകളാണ് സത്യം. പിന്നീട് കൊടുങ്കാറ്റായി അടിച്ചു വീശുന്ന കാറ്റുകളാണ് സത്യം. മേഘങ്ങളെ പരത്തുന്നവയാണ്, പിന്നെ മേഘങ്ങളെ കഷ്ണങ്ങളായി കീറുന്നവയാണ് സത്യം. സ്മരണയെ നിക്ഷേപിക്കുന്നവയാണ് സത്യം. പ്രകൃതിയിൽ നിന്നുള്ള തെളിവുകൾ. അപ്പോൾ പ്രകൃതിയാണ് ഒരു പാഠപുസ്തകം. ഇത്ര വ്യവസ്ഥാപിതമായിട്ട് ഇപ്പോൾ കാറ്റുകളുടെ സഞ്ചാരത്തെ, പലതരം കാറ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ വ്യവസ്ഥാപിതമായിട്ട് ചലിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ മാത്രം അള്ളാഹു ഉത്തരവാദിത്വമില്ലാത്തവനായിട്ട് സൃഷ്ടിക്കുകയില്ലല്ലോ. ഈ പ്രകൃതിയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രതിഭാസത്തിനും അതിൻ്റേതായ ദൗത്യമുണ്ട്. അത് വളരെ കൃത്യമായിട്ട് അത് നിർവഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മനുഷ്യനും ഒരു ദൗത്യമുണ്ടല്ലോ. മരണശേഷം ഒരു ജീവിതം, അതുണ്ടെങ്കിലാണ് ആ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം നടക്കുകയുള്ളൂ. അപ്പോൾ അവിടെ പ്രകൃതിയിൽ നിന്നുള്ള ഒരു തെളിവാണ് അള്ളാഹു എടുത്തു വച്ചത്. അത് കഴിഞ്ഞിട്ടോ ഇപ്പോൾ 7 മുതൽ പിന്നീട് 15 വരെ ആയത്തുകളുണ്ട്. അവിടെ നക്ഷത്രങ്ങൾ കെട്ടുപോകുന്നത്, ആകാശം പിളർക്കപ്പെടുന്നത്, പർവ്വതം ഉടയ്ക്കപ്പെടുന്നത്, ഇതൊക്കെ അള്ളാഹു പറഞ്ഞത് ലോകാവസാനത്തെ സംബന്ധിച്ചാണ്. ലോകാവസാന നാളിൽ എന്തൊക്കെയാണ് സംഭവിക്കുക, അതിൻ്റെ ഒരു ചെറിയ വിവരണമാണ് അവിടെ നടന്നത്. അതിനുശേഷമുള്ള ആയത്തുകളിൽ ദൂതന്മാരുടെ ആഗമനം ആസന്നമാവുകയും ചെയ്യുമ്പോൾ, അപ്പോൾ ദൂതന്മാർ കൊണ്ട് അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഏതാണ് ആയത്തത്? ആയത്ത് നമ്പർ 11ാമത്തെ ആയത്ത്. അവിടെ ദൂതന്മാർ, വഇദർറുസുലു ഉഖിതത്, ദൂതന്മാരുടെ ആഗമനം. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഓരോ കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്ക് ഓരോ പ്രവാചകന്മാരായിരിക്കും വരുന്നത്. സാക്ഷികളായിട്ട് വരുന്നു. ഓരോ കാലഘട്ടത്തിലുള്ള മനുഷ്യർക്ക് ആ കാലഘട്ടത്തിൽ അള്ളാഹു അവർക്ക് അയച്ച പ്രവാചകന്മാരാണ് സാക്ഷികളായിട്ട് ഹാജരാക്കപ്പെടുക. അപ്പോൾ നമ്മളൊക്കെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകളാണ്. നമ്മൾ മാത്രമല്ല, എല്ലാ മനുഷ്യരും. മുസ്ലിങ്ങൾ മാത്രമല്ല, ലോകത്ത്
മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രവാചകത്വം കിട്ടിയ ആ സന്ദർഭം തൊട്ട് ലോകാവസാനം വരെ ജീവിച്ച് മരിച്ചു പോകുന്ന സകല മനുഷ്യരും, അത് മുസ്ലിങ്ങളാകട്ടെ അമുസ്ലിങ്ങളാകട്ടെ, എല്ലാവരും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകളാണ്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സമൂഹം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും നമുക്ക് സാക്ഷിയായിട്ട് വരിക. ശരി. അപ്പോൾ 1 മുതൽ 7 വരെ ആയത്തുകളിൽ ലോകം അവസാനിക്കും, ഒരു പരലോകമുണ്ട് എന്നതിന് പ്രകൃതിയുടെ സാക്ഷ്യമാണ് അള്ളാഹു എടുത്തു വച്ചത്. ഞാനതൊന്നുകൂടി ആവർത്തിക്കാൻ കാരണം അത് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. 1 മുതൽ 7 വരെ ആയത്തുകളിൽ പ്രകൃതിയുടെ സാക്ഷ്യം, ഒരു സംഗതി ഉണ്ട് എന്നതിന് ഒരു തെളിവ് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ പ്രകൃതിയുടെ സാക്ഷ്യം, അതായത് പ്രകൃതി അത് നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് ഒരു പരലോകം ഉണ്ട് എന്ന്. പിന്നെ 8 മുതൽ ഉള്ള ആയത്തുകൾ, ഇപ്പോൾ ഓതിയ 11-ാമത്തെ ആയത്ത് വരെ അള്ളാഹു പറയുന്നത് ആ ലോകാവസാനത്തെ സംബന്ധിച്ച, ലോകാവസാനിക്കുമ്പോൾ പർവ്വതങ്ങൾക്ക് എന്താണ് സംഭവിക്കുക, നക്ഷത്രങ്ങൾക്ക് എന്താണ് സംഭവിക്കുക, ആ ലോകാവസാനത്തിൻ്റെ ഒരു ഭീകരത അള്ളാഹു അവിടെ പറയുന്നു. പിന്നീട് ഇപ്പോൾ ഈ പ്രവാചകന്മാരുടെ ആ ഒരു സാക്ഷ്യം, അതായത് നാളെ പരലോകത്ത് വിചാരണ ചെയ്യുമ്പോൾ വഇദ റുസുലു ഉഖിതത്, പ്രവാചകന്മാർ, അവിടെ റുസുൽ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരാണ്, അവർ ഹാജരാകുന്ന ആ സംഗതി പറയുന്നു. വമ അദ്റാക മാ യൗമുൽ ഫസ്ൽ വൈലു യൗമ ഇദിൻ ലിൽ മുകദ്ദിബീൻ. 14-ാമത്തെയും 15-ാമത്തെയും ആയത്ത് ആ യൗമുൽ ഫസ്ൽ എന്ന് പറഞ്ഞാൽ എന്താ? വിധി നിർണായക ദിവസം. ആ വിധി നിർണായക ദിവസം എന്താണെന്ന് നിനക്കറിയാമോ? ഒരു ചോദ്യമാണത്, അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അത് ആ ദിവസത്തെ കളവാക്കിയവർക്ക് അന്ന് മഹാനാശം. അപ്പം കളവാക്കിയവർ എന്ന് പറഞ്ഞാൽ ആ ദിവസത്തെ സംബന്ധിച്ച് പ്രവാചകന്മാർ പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാതെ നിഷേധിച്ചുകൊണ്ട് കളവാക്കിയ മനുഷ്യർക്ക് ആ ദിവസം മഹാനാശം. ഇനി 16 മുതൽ 19 വരെ ആയത്തുകൾ, അത് ചരിത്രപരമായ സാക്ഷ്യമാണ്. ഇപ്പോൾ പ്രകൃതിയുടെ സാക്ഷ്യം പറഞ്ഞല്ലോ, ഒരു സംഗതി ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് ഈ പ്രകൃതിയാണെങ്കിൽ, പരലോകം ഉണ്ട് എന്നതിൻ്റെ 2-ാമത്തെ തെളിവ് ചരിത്രമാണ്, മനുഷ്യ ചരിത്രമാണ്. അതാണ് അലം നുഹ്ലിക്കിൽ അവ്വലീൻ സുമ്മ നുതുബിഉഹുമുൽ ആഖിരീൻ. അതിൻ്റെ അർത്ഥം നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല, പക്ഷേ അതിൻ്റെ ആശയത്തിലേക്ക് വരണം. പൂർവികരെ നാം നശിപ്പിച്ചു, ഇനി അവർക്ക് പിറകെ പിൻതലമുറകളെയും നാം നശിപ്പിക്കും. ഇതാണ് അതിൻ്റെ അർത്ഥം. അതെന്താണ് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ നാശം, അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാനുള്ള കാരണം എന്താ? മനുഷ്യൻ്റെ ധാർമ്മികമായ തകർച്ചയാണ്. ധാർമ്മികമായ തകർച്ച എന്ന് പറഞ്ഞാൽ തിന്മകൾ വർദ്ധിക്കുന്നു, അവൻ്റെ മോറൽ സൈഡ് അഥവാ ധാർമ്മികമായ വശം തകരുന്നു. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങുക. ഇപ്പോൾ 2-ാമത്തെ ചോദ്യം, മനുഷ്യൻ്റെ ധാർമ്മികമായ തകർച്ചയ്ക്ക് എന്താണ് കാരണം? മനുഷ്യൻ്റെ ധാർമ്മിക തകർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം
കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ജോലിക്കാരനെ വയ്ക്കുന്നു. നിങ്ങളാകട്ടെ ആ ജോലിക്കാരനെ കൃത്യമായിട്ട് നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ തൻ്റെ മുതലാളി തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ആ തൊഴിലാളി ജോലിയിൽ ആത്മാർത്ഥത കാണിക്കില്ല. അദ്ദേഹം തോന്നിയ പോലെയൊക്കെ ജോലിയെടുക്കും, അദ്ദേഹത്തിൻ്റെ ശമ്പളം പറ്റി അങ്ങനെ ജീവിക്കും. അതേസമയം നിങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വീഴ്ചകളെ സംബന്ധിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നു, കൃത്യമായി ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറയുന്നു. ശക്തമായ ഒരു മേൽനോട്ടം നിങ്ങൾ നടത്തുന്നുവെങ്കിൽ അദ്ദേഹം വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ ജോലി ചെയ്യും. അപ്പോൾ ആ മനുഷ്യൻ്റെ ധാർമ്മികത, അതായത് അയാളിൽ ചില നന്മകൾ വളർന്നത് നിങ്ങളുടെ മേൽനോട്ടം കൊണ്ടാണ്. എന്നാൽ അയാളിൽ നന്മകൾ ഇല്ലാതായത് നിങ്ങളുടെ ശ്രദ്ധ കുറവാണ്. അപ്പം നമുക്ക് അവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലായി. എന്താണ് മനസ്സിലായത്? മനുഷ്യൻ്റെ ധാർമ്മികമായ അവൻ്റെ സൽഗുണങ്ങൾ വളർന്ന് വികസിക്കണമെങ്കിൽ തന്നെ ശ്രദ്ധിക്കുന്ന, തൻ്റെ മേൽ അധികാരമുള്ള ഒരു മേൽനോട്ടക്കാരൻ തനിക്കുണ്ട്. ഞാൻ അവനോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എൻ്റെ മരണശേഷം ഞാൻ അവൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതത്തിന് മാത്രമാണ് അവൻ്റെ ധാർമ്മികമായ ഗുണത്തെ വളർത്താനും വികസിപ്പിക്കാനും സാധ്യമാവുകയുള്ളൂ. എന്നാൽ അങ്ങനെ ഒരു മേൽനോട്ടക്കാരനില്ല, അങ്ങനെ കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല. മരണശേഷമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അസ്തമിച്ചു പോകുന്നതാണ്, മരിച്ചു മണ്ണായിട്ട് പോയി. അങ്ങനെയുള്ള ഒരു ജീവിതം അവന് സമ്മാനിക്കുക കുത്തഴിഞ്ഞ അധാർമികമായ ജീവിതമായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? മനുഷ്യനിൽ ധാർമ്മികത വളരുന്നതും മനുഷ്യനിൽ അധാർമികത വളരുന്നതും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു മേൽനോട്ടക്കാരൻ ഉണ്ട് എന്ന ഉറച്ച വിശ്വാസം. ഇപ്പോൾ നമ്മളൊക്കെ കുറച്ചൊക്കെ നല്ലവരായിട്ട് ജീവിക്കാനുള്ള കാരണം എന്താ? നാളെ പരലോകമുണ്ട് എന്ന പേടിയാണ്. അങ്ങനെ ഒന്നും ഇല്ല എന്ന വിശ്വാസമാണ് നമുക്കുണ്ടായിരുന്നത് എങ്കിൽ നമ്മളും തിന്മയുടെ ഭാഗത്തേക്കാണ് ചാഞ്ഞു പോവുക. അത് സ്വാഭാവികമാണ്. അപ്പോൾ പരലോകം ഇല്ല എന്ന വിശ്വാസം ഒരു വ്യക്തിയെ ധാർമ്മികമായിട്ട് തകർക്കും, ഒരു കുടുംബത്തെ ധാർമ്മികമായിട്ട് തകർക്കും, ഒരു സമൂഹത്തെ ധാർമ്മികമായിട്ട് തകർക്കും. ആ ധാർമ്മിക തകർച്ചയിലാണ് അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങുക. അതാണ് അലം നുഹ്ലിക്കൽ അവ്വലി. ഇപ്പോൾ ചരിത്രത്തിൽ ഒരുപാട് സമൂഹങ്ങളെ അള്ളാഹു നശിപ്പിച്ച് കളഞ്ഞത് അവർ ധാർമ്മികമായിട്ട് തകർന്നപ്പോഴാണ്. ആ ധാർമ്മിക തകർച്ചയുടെ അടിസ്ഥാനം ഒരു മേൽനോട്ടക്കാരനില്ല എന്ന വിശ്വാസമായിരുന്നു. അപ്പോൾ പരലോക വിശ്വാസമുണ്ട് എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവ് ചരിത്രപരമായ തെളിവാണ്. ഒന്ന് പ്രകൃതിപരമായ തെളിവ്, രണ്ട് ചരിത്രപരമായ തെളിവ്.
ചരിത്രപരമായ തെളിവ് കിടക്കുന്നത് അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങിയ പ്രദേശങ്ങളും സമൂഹങ്ങളും ഒക്കെയാണ്. അത് അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. സുമ്മ നുതുബിഉഹുമുൽ ആഖിരി, അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം പറയുമ്പോൾ അവർക്ക് പിറകെ പിൻതലമുറകളെയും ഇപ്രകാരം നാം നശിപ്പിച്ചു കളയും. ഇപ്പം 2 തെളിവാണ്, പ്രധാനപ്പെട്ട 2 തെളിവാണ് ഇപ്പോൾ എടുത്തു വച്ചത്. ഒന്ന് പ്രകൃതിപരം, 2 ചരിത്രപരം. ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായെങ്കിലേ ഞാൻ അതിൻ്റെ ബാക്കി എടുക്കുകയുള്ളൂ. നിങ്ങൾക്കത് ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. മനസ്സിലായി. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ എല്ലാവരും ക്ലിയർ അല്ലേ? കുറച്ച് പേര് മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ. ഓക്കെ, ഓക്കെ. നമുക്ക് അടുത്ത ആയത്തിലേക്ക് വരാം. ഇനി അവിടെ ഈ 19ാമത്തെ ആയത്തിൽ വീണ്ടും വൈലു യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ എന്ന് ആവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഇങ്ങനെ പരലോകമില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന മനുഷ്യർ നാളെ പരലോകത്ത് എത്തുമ്പോൾ, പരലോകത്തെ ഒരു യാഥാർത്ഥ്യമായിട്ട് കാണുമ്പോൾ അവർക്ക് മഹാനഷ്ടം, അവർക്ക് മഹാനാശം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ശരിയാണല്ലോ. ഇപ്പം നമ്മൾ ഒരു സംഗതി ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്നു, പക്ഷെ അത് ഉണ്ട്, അത് സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നമുക്കുണ്ടായ നഷ്ടം, അതില്ല എന്ന് വിശ്വസിച്ചതുകൊണ്ട് നമുക്കുണ്ടായ നഷ്ടം, അത് അപാരമായ നഷ്ടമായിരിക്കും. ഇനി അടുത്ത ആയത്തിലേക്ക് വരാം. അലം നഖ്ലുഖും മിൻ മാഇൻ മഹീൻ ഫജഅൽനാഹു ഫീ ഖറാരിൻ മകീൻ ഇലാ ഖദരിൻ മഅലൂം ഫഖദർനാ ഫനിഅമൽ ഖാദിറൂൻ വൈലു യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ. ഇനി അള്ളാഹു പരലോകമുണ്ട് എന്നതിന് മറ്റൊരു തെളിവ്, അത് സൃഷ്ടിപരമായ തെളിവാണ്. ഒന്ന് പ്രാപഞ്ചികമായ തെളിവ്, 2 ചരിത്രപരമായ തെളിവ്, ഇനി 3ാമത്തേത് സൃഷ്ടിപരമായ തെളിവ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹു വിശ്വാസത്തെ അടിച്ചേൽപ്പിക്കുന്നില്ല. ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. അല്ലാതെ പാരമ്പര്യമായിട്ട് പരലോകമുണ്ട് എന്ന് ആരൊക്കെയോ പറഞ്ഞു, അതുകൊണ്ട് പരലോകമുണ്ട് എന്ന് ആരും വിശ്വസിക്കണ്ട. അങ്ങനെ വിശ്വസിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അഗാധമായ ചിന്തയും പഠനവും ആവശ്യമുള്ള ഒരു വിഷയമാണിത്. ഇനി ഇവിടെ എടുത്തു വയ്ക്കുന്നത് സൃഷ്ടിപരമായ തെളിവാണ്. നമുക്ക് നോക്കാം. അതിൽ 21ാമത്തെ ആയത്ത്, 21ാമത്തെ ആയത്തിൽ 20ാമത്തെ ആയത്ത് അലം നഖ്ലുഖും. നിങ്ങൾക്കറിയായിരിക്കും വാക്കിൻ്റെ അർത്ഥമൊക്കെ. നഖ്ലുഖ് എന്ന് പറയുമ്പോൾ നാം സൃഷ്ടിച്ചു, അലം എന്ന് പറയുമ്പോൾ ഒരു ചോദ്യമാണ്. അലം നഖ്ലുഖും, നാം നിങ്ങളെ സൃഷ്ടിച്ചില്ലേ. ഖലഖയാണ് അതിൻ്റെ വാക്ക്. ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു. മിൻ മാ ഇൻ, ഒരു ദ്രാവകത്തിൽ നിന്ന്. മാ എന്ന് പറഞ്ഞ വെള്ളം. ഒരു ദ്രാവകത്തിൽ നിന്ന് നാം നിങ്ങളെ സൃഷ്ടിച്ചില്ലേ. അത് എങ്ങനെയുള്ള ദ്രാവകമാണ്? മഹീൻ. മഹീൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമായ. അപ്പം നമ്മളാരും വലിയ പ്രാധാന്യം കൊടുക്കാത്ത, അതാണ് മഹീൻ. അതിൻ്റെ അർത്ഥം ഒന്നിച്ചു പറയുമ്പോൾ, പിന്നെ ഈ മഹീൻ എന്നതിന് ഈ നിസാരമായ എന്നും അർത്ഥമുണ്ട്, മ്ലേച്ഛമായ അങ്ങനെ അർത്ഥമുണ്ട്. ആരും ഇഷ്ടപ്പെടാത്ത ഒരു സംഗതിയാണത്. അപ്പോൾ നാം ഒരു മ്ലേച്ഛ ദ്രാവകത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചില്ലയോ.
മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ജനിച്ചത് നമ്മുടെ മാതാപിതാക്കളിലൂടെ നമ്മളൊക്കെ ജനിച്ചത് എങ്ങനെയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ആദം നബി അലൈഹിസ്സലാം, പിന്നെ ഈസാ നബി അലൈഹിസ്സലാം ഒഴികെ, ഹൗവ ബീവിയൊക്കെ ഒഴികെ ബാക്കിയുള്ള സകല മനുഷ്യരും ജനിച്ചു വന്നത് ഏത് രൂപത്തിലാണെന്ന് പ്രത്യേകമായിട്ട് പഠിപ്പിക്കേണ്ടതില്ല. അതാണ് ഇവിടെ മഹീൻ. മഹീൻ എന്ന് പറഞ്ഞാൽ അതിനെ പല രൂപത്തിൽ, ഇപ്പോൾ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഈ മഹീൻ എന്ന അർത്ഥത്തിൽ വേറെയൊക്കെ അതിന് വാക്ക് അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. മിൻ മാ ഇൻ ദാഫിയ അങ്ങനെയുണ്ട്. വേറെയും അങ്ങനെ പ്രയോഗങ്ങളുണ്ട്. ഇവിടെ മഹീൻ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛമായത്, മ്ലേച്ഛ ദ്രാവകം, പിന്നെ നിസ്സാരമായ ദ്രാവകം. ചുരുക്കി പറഞ്ഞാൽ ഒരു വില കൽപ്പിക്കാത്ത, ആരും വില കൽപ്പിക്കാത്ത ഒരു ദ്രാവകം. അതിൽ നിന്നാണ് ഞാനും നിങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത്. ഇനി ബാക്കി നോക്കാം. ഫജഅൽനാഹു നാം അതിനെ ആക്കി. ജഅല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്കി, ആക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിന്നെ താഴെ നോക്കി. ഫി ഖറാർ, ഖറാർ എന്ന് പറഞ്ഞാൽ ഒരു സങ്കേതം, ഒരു സങ്കേതം. മക്കി എന്ന് പറഞ്ഞാൽ ഭദ്രമായ, ഭദ്രമായ ഒരു സങ്കേതത്തിൽ നാം അതിനെ നിക്ഷേപിച്ചു. ഏതിനെ? ആ ദ്രാവകത്തെ. ഖറാർ, ഖറാർ എന്ന് പറഞ്ഞാൽ ഒരു സങ്കേതം, ഖറാർ. പിന്നെ മക്കീൻ എന്ന് പറഞ്ഞാൽ ഭദ്രമായ. അപ്പോൾ ഒന്നിച്ചർത്ഥം പറയുമ്പോൾ എങ്ങനെ വരും? അതിനെ ഒരു സുരക്ഷിത സ്ഥാനത്ത് നാം എന്ത് ചെയ്തു? സൂക്ഷിച്ചു. അപ്പോൾ അതിന് മുമ്പ് ആയതുണ്ടോ? ഇല്ലല്ലേ? ആ, അതായത് ഫജഅൽനാഹു ഫീ ഖറാരിൻ മക്കീൻ. അതിൻ്റെ അർത്ഥം ആ മ്ലേച്ഛ ദ്രാവകത്തെ ഒരു സുരക്ഷിതമായ സ്ഥാനത്ത് നാം സൂക്ഷിച്ചു. ഇവിടെ സുരക്ഷിതമായ സ്ഥാനം എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ ഗർഭാശയമാണ്. ആ ഗർഭാശയത്തെ സംബന്ധിച്ച് പഠനങ്ങളൊക്കെ പറയുന്നത് അത്ഭുതകരമാണ്. എത്ര അറകൾക്ക് ഉള്ളിലാണ് ഈ ദ്രാവകത്തെ അല്ലാഹ് സൂക്ഷിച്ചത്. ഗർഭാശയത്തിന് അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു പേരുണ്ട്, റഹ്മ് എന്നാണ് പേര്. റഹ്മ്, അറബി പറയുമ്പോൾ റഹ്മ്. റഹ്മ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാരുണ്യത്തിൻ്റെ കൂട് എന്നാണ്. കാരുണ്യത്തിൻ്റെ കൂട് അള്ളാഹുവിൻ്റെ പേരാണത്. അപ്പോൾ കാരുണ്യത്തിൻ്റെ കൂട് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ കുട്ടിയെ, അവിടെ പ്രവേശിപ്പിക്കപ്പെട്ട ഭ്രൂണത്തെ, അത് പ്രസവിച്ച് ഭൂമിയിലേക്ക് വരുന്നവരെ എത്ര സുരക്ഷിതമായിട്ടാണ് അതിനെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് റഹ്മ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ശാസ്ത്രം ഇത്ര പുരോഗതി പ്രാപിക്കാത്ത ഒരു കാലഘട്ടത്തിൽ എന്താണ് ഗർഭപാത്രം, എന്താണ് ഗർഭാശയം, ഇതൊന്നും അറിയാത്ത, അതിനെക്കുറിച്ച് അറിയാൻ യാതൊരു മാർഗവുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ സുരക്ഷിതമായ സ്ഥാനം എന്ന് അള്ളാഹു ഇവിടെ പറയുമ്പോൾ ഫി ഖറാറിൻ മക്കീൻ, അതാണ് വാക്ക്, ഫി ഖറാറിൻ മക്കീൻ. ഖുർആനിൻ്റെ അമാനുഷികതയ്ക്ക് ഒരു തെളിവാണ്. 6-ാം നൂറ്റാണ്ടിലൊക്കെ വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതി നമുക്കറിയാം. അതാണ്. ഇനി എൻ്റെ ബാക്കി നോക്കാം. പിന്നെ അടുത്ത ആയത്തിൽ പറയുന്നത് ഇലാ ഖദരിൻ മഅലൂം. ഇലാ ഖദരിൻ മഅലൂം. ഖദർ, ഖദർ എന്ന് പറഞ്ഞ അർത്ഥം ഒരു കാലയളവ് എന്നാണ്. ഖദർ. മഅലൂം എന്ന് പറഞ്ഞാൽ നിർണയിക്കപ്പെട്ട, അതായത് ഈ ദ്രാവകം
ഗർഭാശയത്തിൻ്റെ അകത്ത് കാലാകാലം കിടക്കുന്നില്ല, നിർണയിക്കപ്പെട്ട ഒരു കാലം വരെ. നിർണയിക്കപ്പെട്ട കാലം എന്ന് പറയുമ്പോൾ അത് കുട്ടിയായിട്ട് പുറത്തു വരുന്നൊരു കാലമുണ്ട്, ആ കാലം വരെ. അതാണ് ഖദർ. ഖദർ എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു കാലയളവ്. മഅലൂം എന്ന് പറഞ്ഞാൽ നിർണയിക്കപ്പെട്ട. അപ്പം നിർണയിക്കപ്പെട്ട ഒരു കാലം വരെ അതവിടെ കിടക്കുന്നു. എന്നിട്ടത് വ്യത്യസ്ത ഘട്ടങ്ങൾ തരണം ചെയ്ത് ഒരു മനുഷ്യക്കുട്ടിയായിട്ട് പുറത്തു വരുന്നു. ഇതാണ് പരലോകം ഉണ്ട് എന്നതിൻ്റെ സൃഷ്ടിപരമായ തെളിവ്. ഇതെങ്ങനെ സൃഷ്ടിപരമായ തെളിവാകും? അപ്പം അള്ളാഹ് പറഞ്ഞല്ലോ, ഇതിപ്പോൾ ചിന്തിച്ച ആർക്കും മനസ്സിലാവും. കാരണം ഒരു മ്ലേച്ഛ ദ്രാവകം എങ്ങനെ ബുദ്ധിയും വിവേകവും തൻ്റെ ഇടവും ചിന്താശക്തിയും കാര്യപ്രാപ്തിയും ഒക്കെയുള്ള ഒരു സമ്പൂർണ്ണ മനുഷ്യനായിട്ട് മാറി, അല്ലേ? ഒരു മ്ലേച്ഛ ദ്രാവകം ഇത്ര ചിന്താശേഷിയും കാര്യപ്രാപ്തിയും തൻ്റെ ഇടവും പിന്നെ ഈ പ്രകൃതിയിലെ ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടിയായിട്ട് മാറി. എന്ത്? ഒരു മ്ലേച്ഛ ദ്രാവകം, ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു മഹീൻ നിസാരമായ ഒരു ദ്രാവകം. അതെങ്ങനെ എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരായിട്ട് എങ്ങനെ മാറി? അതൊരു ചോദ്യമാണ്. അത് മാതാവിൻ്റെ ഗർഭാശയത്തിൽ വളരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് നിക്ഷേപിക്കപ്പെട്ട് അവിടെ അള്ളാഹ് നിർണയിച്ച ഒരു സമയം വരെ കിടന്ന് എന്നിട്ട് പുറത്തേക്ക് വന്ന് ഇപ്പോൾ അതാ ഞാനും നിങ്ങളൊക്കെ വലിയ മിടുക്കരായിട്ട് നടക്കുകയാണ്. അതെങ്ങനെ സംഭവിച്ചു? അത് വെറുതെ ഉണ്ടാവില്ലല്ലോ. സാധാരണ സയൻസ് പറയുന്നത് കാര്യകാരണ സിദ്ധാന്തമാണ്. അതായത് ഒരു കാര്യം നടക്കണമെങ്കിൽ ഒരു കാരണം വേണം, കാര്യകാരണം. കാര്യമില്ലാതെ അല്ലെങ്കിൽ കാരണമില്ലാതെ കാര്യമുണ്ടാവില്ല. ഇത് സയൻസിൻ്റെ ഒരു സിദ്ധാന്തമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഉണ്ടായത് എങ്ങനെ? തനിയെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു സൃഷ്ടാവുണ്ട് അതിൻ്റെ പുറകിൽ എന്നതിൻ്റെ ഒരു തെളിവാണ് അത്. ആ സൃഷ്ടാവ് നമ്മളെ ഇങ്ങനെ സൃഷ്ടിച്ചത് ഒരു നിസ്സാരമായ ദ്രാവകത്തിൽ നിന്നാണെങ്കിൽ ആ സൃഷ്ടാവിന് നമ്മെ മരിപ്പിക്കാനും കഴിഞ്ഞുവെങ്കിൽ നമ്മെ വീണ്ടും സൃഷ്ടിക്കാൻ ആ സൃഷ്ടാവിന് എന്ത് പ്രയാസമാണുള്ളത്? ഇതാണ് ലളിതമായ ചോദ്യം. അതാണ് സൃഷ്ടിപരമായ തെളിവ് പരലോകം ഉണ്ട് എന്നതിൻ്റെ. ഇപ്പോൾ 3 തെളിവായി. 1 പ്രകൃതിപരം, 2 ചരിത്രപരം, 3 സൃഷ്ടിപരം. എന്നിട്ട് താഴെ പറയുന്നു വൈലുയൗമഇദിൻ ലിൽ മുകദ്ദിബീൻ. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടും ഫഖദർന ഫനിഅമൽ ഖാദിറൂൻ അതുകൂടെ ഉണ്ട്. 23-ാമത്തെ ഫഖദർന ഫനിഅമൽ ഖാദിറൂൻ. ഫഖദർന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓരോ വാക്കർത്ഥം പറയുമ്പോൾ നാം നിർണയിച്ചു. ഖദർന നാം നിർണയിച്ചു. ഫനിഅമൽ ഖാദിറൂൻ നിഅമ എന്ന് പറഞ്ഞാൽ എത്ര നല്ല നിഅമ, എത്ര നല്ല. ഖാദിറൂൻ നിർണയിക്കുന്നവൻ, അതതിൻ്റെ അർത്ഥം. നിർണയിക്കുന്നവരിൽ എത്ര നല്ല നിർണയക്കാരനാണ് ഞാൻ. അത് ഒന്നിച്ച് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. ഒന്നിച്ച് പറയുമ്പോൾ ഇത്രേ അർത്ഥമുള്ളൂ. നാം എത്ര മികച്ച കഴിവുള്ളവൻ. ഈ ഖദറ ഖാദിർ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ സാധാരണ പേരൊക്കെ ഇടും. അബ്ദുൽ ഖാദർ. ഖാദർ എന്ന് പറഞ്ഞാൽ അർത്ഥം കഴിവുള്ളവൻ എന്നാണ്. കഴിവുള്ളവൻ. അപ്പം നിഅമൽ ഖാദിറൂൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എത്ര നല്ല കഴിവുള്ളവൻ. ശരിയാണല്ലോ. നമ്മളിങ്ങനെ
ചിന്തിച്ചു കഴിയുമ്പോൾ ഒരു മ്ലേച്ഛ ദ്രാവകത്തിൽ നിന്ന് ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യ സമൂഹം അല്ലേ, എത്ര ബുദ്ധിജീവികളാണ് ഈ മ്ലേച്ഛ ദ്രാവകത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത്. എത്ര വലിയ എന്ന് വെച്ചാൽ ലോകത്ത് ഏറ്റവും വലിയ ബൗദ്ധിക രംഗത്ത് പണിയെടുക്കുന്നവരൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് ഈ മ്ലേച്ഛ ദ്രാവകത്തിൽ നിന്നാണ്. വലിയ വലിയ പൊളിറ്റീഷ്യന്മാർ, വലിയ രാജാക്കന്മാർ, വലിയ പ്രഭുക്കന്മാർ, ലോകത്തെ എത്ര പ്രഗത്ഭർ കഴിഞ്ഞുപോയി, അവരൊക്കെയും സൃഷ്ടിക്കപ്പെട്ടത് ഈ മ്ലേച്ഛ ദ്രാവകത്തിൽ നിന്നാണ്. അപ്പോൾ ഇതെങ്ങനെ സാധ്യമായി? അത് ആരാണ് അതിൻ്റെ പുറകിൽ? അപ്പോൾ എത്ര നല്ല കഴിവുള്ളവൻ! ആര് കഴിവുള്ളവൻ? അള്ളാഹു. അപ്പം അങ്ങനെ ഒരു കഴിവുള്ള റബ്ബിന് നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കാൻ എന്താണ് പ്രയാസം? അതൊക്കെ നിസാരമായ, ഇപ്പോൾ വളരെ സുന്ദരമായിട്ടൊരു വീട് നിർമ്മിച്ച ഒരു എൻജിനീയർ, ആ എൻജിനീയർക്ക് അതേപോലെയുള്ള വീട് നിർമ്മിക്കാൻ വീണ്ടും കഴിയില്ലേ? ആ എൻജിനീയർ കഴിവുള്ളവനാണ്. ഒരു എൻജിനീയർ ഒരു പ്ലാനിൽ ഒരു വീട് നിർമ്മിച്ചു, അതേ പ്ലാനിൽ മറ്റൊരു വീട് നിർമ്മിക്കാനും, ഇനി ആ വീട് പൊളിഞ്ഞു പോയാൽ അതേ സ്ഥാനത്ത് അതേ വീട് വീണ്ടും നിർമ്മിക്കാൻ അയാൾക്കെന്താ പ്രയാസം? അപ്പം അതിന് ആ ഒരു രംഗത്ത് അയാൾക്ക് കഴിവുണ്ട്. ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന നിസാരമായ അതിനൊന്നും വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല എന്ന്. ഇത് പരലോകമുണ്ട് എന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനും അഗാധമായ പഠനമൊന്നും നടത്തണ്ട, ലളിതമായ ചിന്ത മതി. അപ്പോൾ അതവിടെ പറഞ്ഞത്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു താഴെ പറയുന്നു, വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ. അഥവാ ഇത്രയും ഞാൻ പറഞ്ഞു തന്നിട്ടും ആ പരലോകത്തെ നിഷേധിക്കുന്നവർക്ക്, മുകദ്ദിബീന എന്ന് പറഞ്ഞാൽ തള്ളി പറയുന്നവർ, പരലോകത്തെ തള്ളി പറയുന്നവർക്ക് വൈലുൻ, മഹാനാശം. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളങ്ങനെ പഠിക്കുന്നുണ്ടാവും എൻ്റെ ഓർമ്മയിൽ, പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ആ ആയത്ത് വച്ചിട്ട് പഠിക്കണം. ഇപ്പം ഞാൻ ഓരോ ആയത്ത് എണ്ണി പറഞ്ഞു 1 മുതൽ 7 വരെ. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ 16 മുതൽ 19 വരെ ചരിത്രപരമായ തെളിവാണെങ്കിൽ 20 മുതൽ 24 വരെ സൃഷ്ടിപരമായ തെളിവാണ്. അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല, ഞാൻ ആദ്യം പറഞ്ഞു, വിശ്വാസത്തെ ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. നമുക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. അള്ളാഹു നമുക്ക് കഴിവും ബുദ്ധിശക്തിയും തന്നിട്ടുണ്ട്, ചിന്താശേഷിയും ഒക്കെ തന്നിട്ടുണ്ട്. ഇത് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ വിശ്വാസകാര്യങ്ങൾ സത്യമാണോ എന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കാതെ വിശ്വസിച്ചാൽ നിസ്കാരത്തെ വരെ അത് സ്വാധീനിക്കും. കാരണം എനിക്കിപ്പോഴും സംശയമാണ്, എൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. അപ്പോൾ നിസ്കാരത്തിന് വേണ്ടി കൈ കെട്ടുമ്പോൾ ഭക്തി കിട്ടില്ല, കാരണം മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ ലോകത്ത് 3 തരം മനുഷ്യരുണ്ട് ഇപ്പോൾ. 1 വിശ്വാസികളുണ്ട്, 2 നിഷേധികളുണ്ട്, 3 സംശയാലുക്കളുണ്ട്. ഇതല്ലാത്ത മനുഷ്യർ ലോകത്ത് വേറെ ഉണ്ടാവില്ല. ഈ 3 തരം മനുഷ്യരെ ഇന്ന് ലോകത്തുള്ളൂ. 1 വിശ്വാസികൾ, അടിയുറച്ച് വിശ്വസിക്കുന്നവർ. അവർ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അവർ വിശ്വസിക്കുന്ന കാര്യത്തിൽ, അള്ളാഹുവിൽ, പരലോകത്തിൽ അവർ അടിയുറച്ച് വിശ്വസിക്കുന്നു. 2 നിഷേധികളാണ്, ഈ വിശ്വാസ കാര്യങ്ങളെ മൊത്തം നിഷേധിക്കുന്നവർ. അങ്ങനെയും മനുഷ്യരുണ്ട്. 3ാമത്തെ വിഭാഗം ഏതാ? സംശയാലുക്കൾ. ഉണ്ട് എന്ന് പറയാൻ എനിക്ക് ഉറപ്പില്ല, ഇല്ല എന്ന് പറയാൻ എനിക്ക് ഉറപ്പില്ല, ഇങ്ങനെ ആടിക്കളിക്കുന്ന. അപ്പം നമ്മൾ ഏത് കൂട്ടത്തിലാണ് പെടേണ്ടത്? ഉറച്ച വിശ്വാസികളാകണമെങ്കിൽ നമുക്ക് നല്ല അറിവ് വേണം. അതാണ് ഈ ഖുർആനിൽ അള്ളാഹു പറയണത്. നിങ്ങൾ ചരിത്രപരമായിട്ടും പ്രകൃതിപരമായിട്ടും സൃഷ്ടിപരമായിട്ടും ഒന്ന് ചിന്തിക്കുക, ഒന്ന് പഠിക്കുക. അപ്പോൾ ഈ പരലോകം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ അനിവാര്യത, അതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോഴാണ് നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ അഭിമാനം തോന്നുക. അല്ലെങ്കിൽ ആടിക്കളിക്കും.
നമുക്കൊരു അഭിമാനം, ഒരു ഇസ്സത്ത്, എൻ്റെ വിശ്വാസം ശരിയാണ് എന്ന ഒരു അഭിമാനം നമുക്കുണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ അത് മനസ്സിലാക്കണം. ഖുർആൻ നമുക്ക് നൽകുന്നത് ഈ ഒരു മെസ്സേജാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ എത്ര കൊല്ലം ഈ സൂറത്തൊക്കെ ഓതിപ്പോയിട്ടുണ്ടാവും. ഖത്തം തീർത്തിങ്ങനെ അലം നജ്അലിൽ അർള കിഫാത്ത എന്നൊക്കെ നീട്ടി വായിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കതുകൊണ്ട് എന്തെങ്കിലും മെച്ചം കിട്ടിയോ? എന്താ കിട്ടാത്തത്? ഓതിയപ്പോൾ ഒരു സമാധാനം കിട്ടി, അത്രേ ഉള്ളൂ. ഒരു സമാധാനം കിട്ടി നിങ്ങൾക്ക് ഓതിയപ്പോൾ. ഈ സമാധാനം കിട്ടാൻ വേണ്ടി മാത്രമല്ല ഖുർആൻ ഓതേണ്ടത്, വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടിയും ഖുർആൻ ഓതണം. അള്ളാഹുവിൻ്റെ കലാമ് ഓതുമ്പോൾ സമാധാനം കിട്ടും. കാരണം അത് അള്ളാഹുവിൻ്റെ കലാമായതുകൊണ്ട് അത് ഓതുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. പക്ഷേ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയിട്ടില്ല. അതിൻ്റെ കാരണം അർത്ഥമറിയാതെ അലം നജ്അലിൽ അർള കിഫാത്ത അഹ്യാഅൻ വ അംവാത്ത എന്നൊക്കെ ഇങ്ങനെ ഓതി ഓതി ഖത്തം തീർത്തിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ കാരണം. നമുക്കിനി അടുത്ത ആയത്തിലേക്ക് വരാം. അടുത്ത ആയത്ത് എന്ന് പറയുമ്പോൾ 25-ാമത്തെ ആയത്താണ്. 25-ാമത്തെ ആയത്ത്. ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം ആദ്യം. അലം നജ്അലിൽ അർള കിഫാത അഹ്യാഅൻ വ അംവാത വജഅൽനാ ഫീഹാ റവാസിയ ശാമിഖാത്തിൻ വഅസ്ഖൈനാകും മാഅൻ ഫുറാതാ വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ. നമുക്ക് അർത്ഥം നോക്കാം. അലം നജ്അലിൽ അർള, നാം ഭൂമിയെ ആക്കിയില്ലേ, കിഫാത്തൻ. കിഫാത്ത് എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുന്നത് എന്നർത്ഥം. ഉൾക്കൊള്ളുന്നത്, കിഫാത്ത് ഉൾക്കൊള്ളുന്നത്. ഭൂമിയെ നാം ഉൾക്കൊള്ളുന്നത് ആക്കിയില്ലേ. അഹ്യാഅൻ ജീവിച്ചിരിക്കുന്നവർ, വ അംവാത മരിച്ചവർ. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ഉൾക്കൊള്ളുന്നതാക്കി നാം ഭൂമിയെ മാറ്റിയില്ലേ. ശരിയല്ലേ? മരിച്ചവരിപ്പോൾ കബറിൽ കിടക്കുന്നു, നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നു. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഈ രണ്ട് കൂട്ടരെയും ഭൂമി ഉൾക്കൊള്ളുന്നു. നിങ്ങൾ ആലോചിക്കുകയെ, മനുഷ്യാരംഭം തൊട്ട് കൊടാനക്കോടി മനുഷ്യർ മരിച്ചു പോയിട്ടുണ്ട്. അവരിപ്പോൾ എവിടെയാണ്? ഭൂമിയുടെ അടിയിൽ, നമ്മുടെ താഴെ, തൊട്ട് താഴെ അവരുണ്ട്, മണ്ണിൻ്റെ അടിയിൽ. നമ്മളതിൻ്റെ മുകളിലാണ്. അതാ, രണ്ട് കൂട്ടരെയും ഉൾക്കൊള്ളുന്നു. ഇനി അടുത്ത് നോക്കാം, നമുക്ക് ചർച്ച ചെയ്യാട്ടോ, അർത്ഥം പഠിക്കുക. വജഅൽനാ ഫീഹ, വജഅൽനാ നാം ഉണ്ടാക്കി, ഫീഹ അതിൽ, റവാസിയ. റവാസിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പർവ്വതങ്ങളാണ്, ഉറച്ച പർവ്വതങ്ങൾ. പർവ്വതങ്ങൾ. ഷാമിഖാത്ത്, ഷാമിഖാത്ത് എന്ന് പറഞ്ഞാൽ ഉയരമുള്ള, ഉയരമുള്ള, നല്ല ഉയരമുള്ള ഉറച്ച പർവ്വതങ്ങൾ. വ അസ്ഖൈനാക്കും, നാം നിങ്ങൾക്ക് കുടിക്കാൻ നൽകുകയും ചെയ്തു. അസ്ഖൈന എന്ന് പറഞ്ഞാൽ കുടിപ്പിച്ചു, കുടിപ്പിച്ചു. അസ്ഖൈനാക്കും എന്ന് പറയുമ്പോൾ നാം നിങ്ങൾക്ക് കുടിക്കാനായിട്ട് നൽകി, മാഅൻ വെള്ളത്തെ, ഫുറാത്ത ശുദ്ധമായ. നമുക്ക് അത്രയും ആയത്തുകളുടെ അർത്ഥം ഒന്നിച്ചു നോക്കാം. ഭൂമിയെ നാം ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ഒന്നിച്ച് ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ. അതിൽ ഉയർന്ന പർവ്വതങ്ങളെ ഉറപ്പിക്കുകയും നിങ്ങളെ ശുദ്ധമായ വെള്ളം കുടിപ്പിക്കുകയും ചെയ്തില്ലയോ. ഇത് മറ്റൊരു തെളിവാണ്.
ബുദ്ധിപരമായ തെളിവ് എന്ന് പറയും. എല്ലാം ബുദ്ധിപരമാണ്. ഈ പറഞ്ഞതൊക്കെ ബുദ്ധിപരമായ തെളിവാണെങ്കിലും യുക്തിസഹമായ ബുദ്ധിപരമായ ഒരു തെളിവായിട്ട് നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. ഒരു ഭൂഗോളം അഥവാ ഭൂമി അതൊരു ഗോളം മാത്രമാണ്. അത് കോടാനക്കോടി വർഷങ്ങളായി അറ്റമില്ലാത്ത സൃഷ്ടികളെ തൻ്റെ മടിത്തട്ടിൽ വഹിക്കുന്നു. സകലയിനം സസ്യങ്ങളും ജന്തുജാലങ്ങളും മനുഷ്യരും അതിന്മേൽ ജീവിക്കുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഉദരത്തിൽ നിന്ന് പലതരം ഉപയോഗ വസ്തുക്കൾ പുറത്തേക്ക് വരുന്നു. സ്വർണമായിട്ട്, പെട്രോളിയമായിട്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ വെള്ളം, നല്ല ഫുറാത്ത് എന്താ? ശുദ്ധമായ വെള്ളം. എല്ലാ സൃഷ്ടികളിൽ നിന്നും കണക്കറ്റ അംഗങ്ങൾ ദിനേന മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. പട്ടിയും പൂച്ചയും കാക്കയും കോഴിയും താറാവൊക്കെ മരിച്ചു പോകുന്നു. മനുഷ്യരും മരിച്ചു പോകുന്നു. ഇതൊക്കെ ഭൂമിയിൽ തന്നെ അടക്കം ചെയ്യപ്പെടുന്നു. പക്ഷെ എല്ലാവരുടെയും ജഡങ്ങൾ ഈ ഭൂമിയിൽ തന്നെ അടയ്ക്കപ്പെടുവാൻ വേണ്ട സംവിധാനങ്ങൾ ഉണ്ട്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടും. ഈ ഭൂമിയുടെ പുറം ഭാഗം, അതിൻ്റെ ബാഹ്യവശം സമതലമാക്കിയിട്ടില്ല. അതിൽ അവിടെയും ഇവിടെയും കുന്നുകളുണ്ട്, പർവ്വതങ്ങളുണ്ട്, കൊടുമുടികളുണ്ട്. അതൊക്കെ അവൻ സ്ഥാപിച്ചിരിക്കുന്നു. പിന്നെ മഴ വർഷിക്കുന്നു, നദികളുണ്ടാകുന്നു. ഫലഭൂഷ്ടമായ താഴ്വരകളുടെ നിലനിൽപ്പിലും പിന്നെ നല്ല ബലിഷ്ഠമായ തടികൾ നൽകുന്ന വൃക്ഷങ്ങൾ വളരുന്നതിലും ഒക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതൊക്കെ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നമ്മൾ കാണുന്ന അത്ഭുതങ്ങളാണ്. പിന്നെ ശുദ്ധമായ വെള്ളം നമുക്കവൻ നൽകിയിരിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് ഇതൊക്കെ വെറുതെ ഉണ്ടാകൂ? ഇതൊക്കെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവില്ലേ? ഇത്ര വ്യവസ്ഥാപിതമായിട്ട് അള്ളാഹു ഈ ഭൂമിയെ സംവിധാനിച്ചുവെങ്കിൽ, നിങ്ങൾക്ക് വേണ്ട ആഹാരം തന്നുവെങ്കിൽ, മരണശേഷമുള്ള ജീവിതം ഒരു സത്യമാണ് എന്ന് അംഗീകരിക്കാൻ നിങ്ങളുടെ ബുദ്ധി എന്താ സമ്മതിക്കുന്നില്ലേ? ഇതാണ് ചോദ്യം. താഴെ പറയുന്നു വൈലു യൗമ ഇദിൻ ലിൽ മുകദ്ദിബീൻ. നേരത്തെ വന്ന ആയത്ത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ബുദ്ധിപരമായ യുക്തിസഹമായ ഒരു തെളിവാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമുക്കിങ്ങനെ എണ്ണി പഠിക്കാം. ഓർമ്മയുണ്ടാവണം. 1 പ്രകൃതിപരം, 2 ചരിത്രപരം, 3 സൃഷ്ടിപരം, 4 ബുദ്ധിപരം. അള്ളാഹു തെളിവ് നിരത്തുകയാണ്. ഇൻഷാ അല്ലാഹ് പടച്ചവൻ ഹൈറാക്കട്ടെ. ഞാനിവിടെ തൽക്കാലം നിർത്താം. ഇനി എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമാവണ്ടെന്ന് കരുതി. അത് നിങ്ങൾ ഇത് ബൈഹാട്ടാക്കുന്നവരുണ്ടല്ലോ കൂട്ടത്തിലല്ല, എനിക്ക് അയക്കാറുണ്ട്. ഞാൻ നോക്കാട്ടോ ഇൻഷാ അല്ലാഹ്. ഞാനത് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു സൂറയാണിത്. അത് പരലോകത്തെക്കുറിച്ചാണ് മൊത്തം പറയണത്. പരലോകമാണ് ഇതിൻ്റെ കണ്ടൻറ്റ്. അത് ഉണ്ട് എന്നപ്പോൾ ഇങ്ങനെ ഈ നിഷേധികളായ ചിന്തിക്കാത്ത മനുഷ്യരെ അല്ല ചിന്തിപ്പിക്കുകയാണ്. അത് നോക്ക്, അവിടേക്ക് നോക്ക്, ഇവിടേക്ക് നോക്ക്, സത്യം മനസ്സിലാക്ക്
എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മളൊക്കെ പരലോകത്തെ സംബന്ധിച്ച് വിശ്വസിക്കുന്നവരാണ്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കും. പടച്ചോൻ ഹൈറാക്കി നൽകുമാറാകട്ടെ. പാരത്രിക വിശ്വാസത്തെ അടിയുറച്ച് വിശ്വസിച്ച് മരിക്കുന്നവരെ, മരണം വരെ അതിൽ തെറ്റും ഒരു പിഴവും കൂടാതെ മുന്നോട്ട് പോകാൻ പടച്ചോൻ സഹായിക്കുമാറാകട്ടെ. ആമീൻ. اللهم نور قلوبنا بالقرآن اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا وارزقنا تلاوته آناء الليل وأطراف النهار واجعله لنا حجة يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. Okay.